എടാ ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ കല്യാണമില്ല. ഒത്തളിയാ ഒത്ത് ഒരു പെണ്ണ് സെറ്റായി വരണം. ആ ഞാൻ ഒന്ന് നോക്കിയിട്ട് വിളിക്കാം, നീ വെക്കി. ആ ഫോൺ നമ്പർ തരട്ടെ. ഫോൺ നമ്പർ തരട്ടെ. അണ്ണാ ഒരു ദോഷം ഉള്ളത്. ആ ഫോൺ നമ്പർ ഫോൺ. ആ മറന്നു. അയ്യോ വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട. ഇവളെ കാത്തി എത്ര നേരം എടി, നീ വരുന്നില്ലേ? സമയമായിടി. ഉഫ്, ഈ പെണ്ണുങ്ങളായാലും ഇങ്ങനെ തന്നെ. 10, 15, 20 മിനിറ്റ് ആയിരുന്നാലും അവർക്ക് ഇറങ്ങി തീരൂല. നമ്മളൊക്കെ വടി പോലെ ദാ ഇറങ്ങി നിൽപ്പുണ്ട്. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ ദാ വരുന്ന്. ഉഫ്, ആ ഞാൻ പിള്ളേരെയൊക്കെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. ചേട്ടാ ചേട്ടൻ അവന് ഇത്തിരി ഷൂ ഇട്ട് കൊടുത്തേ മോന്. ആ ദാ വരുന്നു ദാ വരുന്നു. അയ്യോ ഇയാള് ഇറങ്ങാനും സമ്മതിക്കൂല. അച്ഛാ, എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പോവാണ് കേട്ടാ. വരുമ്പോ 10, 12 മണിയാവും. നിങ്ങൾ കഥ അടച്ചിട്ട് കാണുന്നു. ഞാൻ വരുമ്പോ അമ്മയെ വിളിക്കും. ആ അച്ഛാ, കാറിലാ പോകുന്നത്. ആ ശരി അച്ഛാ, പോയിട്ട് വരാം. അച്ഛാ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് വയ്ക്കോട്ടെ. ഞാൻ ഇപ്പോൾ വേഗം വരാം അച്ഛാ. പ്ലീസ് അച്ഛാ, ഇതൊറ്റ ഒരു തവണ പ്ലീസ് അച്ഛാ, കാല് പിടിക്കാം. ഞാൻ വണ്ടി വെക്കോട്ടെ പ്ലീസ് അച്ഛാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു തവണത്തേക്ക് താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. മോക്കുരു വന്നു. ആ നാളെ പോവും. സ്വീറ്റം തന്നെ. പൊന്നോ മുഖക്കുരുവാ. ഞാൻ ഇനി നാളെ എങ്ങനെ കോളേജിൽ പോവും? ഇനി ഞാൻ എന്തിടും? മറ്റപ്പോൾ എടുത്തിട്ട് നോക്കാം. അളിയാ, പുതിയ ഷർട്ട് എങ്ങനെയുണ്ട്? ഇല്ലടാ, കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയിരുന്നില്ലേ, അപ്പൊ എടുത്തത്. എങ്ങനെയുണ്ട്? ഓ ഓ, നീ 2 ദിവസം ഇട്ടിരുന്നോടാ. അതൊന്നും സാരമില്ല, ഞാൻ നാളെ അലക്കിയിട്ട് കൊണ്ടുവരാം. ശരിടാ, അപ്പൊ ഞാൻ പോകണേ, ഞാൻ ബിസി ആണോ? നീ വരുന്നാ? ശരിടാ. ഈ ടോപ്പാ? ഈ ടോപ്പ് 750 രൂപയായിടി. അത് കടയുടെ പേര് ഓർമ്മയില്ല, കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മ എടുത്തിട്ട് വന്നതാ. ആ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അയ്യോ എടി, ഇതിട്ടാനൊന്നും ഞാൻ തരൂല. അമ്മ വഴക്കോയി. അമ്മ ചോദിക്കും ഈ ടോപ്പ് എവിടെയെന്ന്. അമ്മയാണ് അലക്കുന്നത്, അറിയാമല്ലോ. ഓ എനിക്ക് പേടിയാണേ, അമ്മ ഇനി എന്തെങ്കിലും പറയും നിനക്കെങ്ങനെ ഇടാൻ തന്നെന്ന് പറഞ്ഞാൽ.